അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, തുടങ്ങിയാലോ? എന്താണെന്നായിരിക്കും അല്ലേ, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇത്. നമുക്ക് കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ക്യാരമലാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരമൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് വാട്ടർ എടുക്കണം. ആ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അധിക സമയമൊന്നും വേണ്ട, ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 2-3 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതൊന്ന് മിക്സായി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗവിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് എടുത്ത് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ ഷുഗർ നമ്മളൊരു കാരണവശാലും ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടിയാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഒരു കാരണവശാലും ഒന്നും വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കരുത്. അത് തനിയെ അവിടെ ഇരുന്ന് മെൽറ്റാവട്ടെ. അങ്ങനെ മെൽറ്റായി കഴിഞ്ഞിട്ട് വേണം ബാക്കി നമ്മൾ ഇനി നമ്മളിത് ഇളക്കണമെങ്കിൽ നമ്മൾ ബട്ടറിലിടുന്ന ടൈമിൽ മാത്രമാണ് ഇളക്കേണ്ടത്. അതുവരെ ഇത് ഇളക്കി കൊടുക്കാനേ പാടില്ല. ഇളക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അത്രയും കട്ടയായിട്ട് പോകും. എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് തവണ പല രീതികൾ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു രീതി ഇഷ്ടപ്പെട്ടതും ഈ ഒരു ക്യാരമലിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത്രയും കുറച്ചുണ്ടാക്കിയത്, എനിക്കിന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്, പക്ഷേ എനിക്കിന്ന് തീർന്നു പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു കേക്കിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ക്യാരമലാണ് കേട്ടോ. ഇത് ക്യാരമൽ സോസാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും മെൽറ്റായില്ലേ, ഇനി കട്ടിയാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു പരുവത്തിലും മെൽറ്റായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഭയങ്കര എന്താ പറയുക, കട്ടിയാവും. അപ്പോൾ അത് കാരണം ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഇളക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ആ പാൻ എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തതുകൊണ്ട് എനിക്ക് ചുറ്റിക്കാൻ അങ്ങനെ പറ്റില്ല. ഒരുപാട് അങ്ങ് ചുറ്റിക്കാൻ പറ്റില്ല, അളവ് കുറവല്ലേ, അതുകൊണ്ട്. എന്നാലും ഇപ്പോൾ ഏകദേശം മെൽറ്റായത് കൊണ്ട് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം സിമ്മിലിടണം. ഹൈ ഫ്ലെയിം ഇടാൻ പാടില്ല, പെട്ടെന്ന് കരിയും. അപ്പോൾ സിമ്മിലിട്ടിട്ട് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക. ഇതിൻ്റെ കളർ ഇപ്പോൾ ചേഞ്ചായ ഒരു ഗോൾഡൻ യെല്ലോ കളറാവും. ആ കളറാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം പിന്നെ നമുക്ക് തീയുടെ ആവശ്യമില്ല, പിന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ആ ഒരു കളറിലേക്ക് മാറി വരുന്നുണ്ട്. ഒരുപാടാകരുത്. ഒരുപാട് കളറായി കഴിഞ്ഞാൽ ഈ ക്യാരമലിന് കയ്പ്പ് വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഞാൻ പറഞ്ഞ ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തീയുടെ ആവശ്യമേ ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലിരിക്കണം. അപ്പോൾ ഗ്യാസ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത് 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിനി ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് തീയുടെ ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ ഗ്യാസ് സ്റ്റവിൽ നിന്ന് മാറ്റാൻ എൻ്റെ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ബട്ടറും ക്യാരമലും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരമലിന് അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി വേറെ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആ ചൂടിൽ മെൽറ്റാവാനുള്ളതേ ഉള്ളൂ. ഇനി തീ കത്തിച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റും കളറും എല്ലാം അങ്ങ് മാറിപ്പോവും. അത് കാരണം ഒരു കാരണവശാലും തീ കത്തിക്കേണ്ട. ചിലപ്പോൾ ഇത് പിരിഞ്ഞതുപോലെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും തീ കത്തിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 30 ml ഫ്രഷ് ക്രീമാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 ml ഫ്രഷ് ക്രീം ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണെങ്കിലും നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിന് നല്ല ചൂടുണ്ടാവും.
അപ്പോൾ അതിലേക്ക് തന്നെ ഈ ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് സോൾട്ടാണ് കേട്ടോ. അതായത് കാരമൽ സോസിന് ഒരു ചെറിയൊരു സോൾട്ട് ടേസ്റ്റ് ഉണ്ടാകും. അപ്പം അത് ആ ഒരു കാരമലിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ ഞാൻ എൻ്റെ കേക്കിൻ്റെ വീഡിയോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും, ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാരമൽ സോസ്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ സോസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരമൽ സോസ് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമൽ സോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കാരമൽ സോസിൻ്റെ ആ ഒരു കറക്റ്റ് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാരമൽ സോസ്. എല്ലാവരും ചെയ്ത് നോക്കണേ.